നല്ല കൂട്ടുകാരാണെന്ന് സങ്കല്പിക്കുക. അവരൊന്നിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്, അവരൊന്നിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. എവിടെ കണ്ടാലും നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന യുവാക്കളിൽ ഒരാൾ പെട്ടെന്ന് ആക്സിഡന്റിലൂടെയോ അല്ലാതെയോ മരണപ്പെട്ടു പോയാൽ ഈ 5 പേരിൽ 4 പേർക്കും പെട്ടെന്ന് അള്ളാഹുവിനെ ഓർമ്മ വരും. കാരണം കൂടെ കളിച്ചവനാണ്, കൂടെ നടന്നവനാണ്, കൂടെ ചിന്നവനാണ്, കൂടെ യാത്ര ചെയ്തവനാണ്. ആ ചെറുപ്പക്കാരനാണല്ലോ, എന്റെ സുഹൃത്താണല്ലോ ഇവിടെ മരിച്ചു കിടക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാളാണ്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാളിനേക്കാളും ഏറ്റവും വലിയ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വാള മരണമാണ്. പക്ഷേ ഒരൽപ്പ സമയം കഴിഞ്ഞാൽ അത് മറന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടാകുന്നു, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം, പിന്നെ 4 ദിവസമാകുമ്പോഴേക്കും പതുക്കെ പതുക്കെ നമ്മൾ മറന്നു പോകുന്നു. പിന്നെ ഒരു വാള്, 2ാമതൊരു മരണം സംഭവിക്കണം. ഇങ്ങനെ എല്ലാവരും മരിച്ചു തീർന്നു പോയാൽ മുഅ്മിനീങ്ങളെ നമ്മുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ നമ്മളും മരിച്ചുപോയി, പെട്ടെന്നുള്ളൊരു മരണം. തൗബ നമ്മൾ ചെയ്തിട്ടില്ല, നന്മകൾ നമ്മുടെ ഭാഗത്തില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആക്സിഡന്റിലൂടെയോ അപകടങ്ങളിലൂടെയോ ഒരു രോഗവുമില്ലാതെ ഒരു അസുഖവുമില്ലാതെ കിടന്ന ഉറക്കിലോ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹുവിലേക്ക് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? മരണത്തിലേക്ക് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നാളെ ഖബറിടത്തിലേക്ക് പോയാൽ അള്ളാഹു നാളെ എന്നോട് ഏത് രീതിയിലാണ് പെരുമാറുക എന്ന് ഓരോ ആളുകളും ആലോചിക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് ഒരു തെറ്റു വരുമ്പോൾ ഉടനെ തന്നെ തൗബ ചെയ്യാൻ തയ്യാറാവുക. അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണത്തെ ഓർക്കാൻ ഏറ്റവും നല്ലത് ഇടയ്ക്കിടെ സിയാറത്ത് ചെയ്യലാണ്. കാരണം കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരാൻ മരണം കാരണമാകും, സിയാറത്തുകൾ കാരണമാകും. തന്റെ പ്രിയതമയുടെ, തന്നെ സ്നേഹിച്ച തന്റെ പിതാവിന്റെ, തന്റെ മാതാവിന്റെ ഖബറിടത്തിലേക്ക് പോയി ഒന്ന് ആരാരുമില്ലാതെ ആ മാതാവിനെ കുറിച്ച് ഓർത്തുപോയാൽ ആരുടെ കണ്ണുകളാണ് നിറയാത്തത്? ആരുടെ ഹൃദയമാണ് വിതുമ്പാത്തത്? ആരാണ് പൊട്ടിക്കരയാത്തത്? ജീവിതത്തിൽ തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത തന്റെ മാതാവ് ഖബറിടത്തിൽ കിടക്കുമ്പോ ആരാരുമില്ലാതെ ഒരു നിസ്കാരം കഴിഞ്ഞ് ആ ഖബറിടത്തിന്റെ അടുത്ത് പോയി എന്റെ മാതാവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുമ്പോ ആരാണ് ആ മാതാവിന്റെ പഴയകാല അനുഭവങ്ങൾ, പഴയകാല ചരിത്രങ്ങൾ ഓർക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകാത്തതാരാണ്? ആ കരച്ചിൽ മതി അവിടെ കിടക്കുന്ന ഉമ്മയുടെ ഖബറിടം മാറാൻ. മക്കളുടെ കരച്ചിൽ മതി, മക്കളുടെ പ്രാർത്ഥന മതി. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ വഫാത്താകുന്ന സമയത്ത്, നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളാക്കി മരിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. സ്വാലിഹീങ്ങളായ മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ് ഉമ്മയുടെ ഖബറിടത്തിലേക്ക് ഒന്ന് വന്ന് ദുആ ചെയ്യാനുള്ള സന്മനസ്സുണ്ടാവുള്ളൂ. ആ സ്വാലിഹീങ്ങളായ മക്കള് ഒന്ന് മനമുരുകിയാൽ, ഒന്ന് കരഞ്ഞുപോയാൽ, ഹൃദയമൊന്ന് വിതുമ്പിപ്പോയാൽ, ഖൽബൊന്ന് ഇടർച്ചയുണ്ടായാൽ അള്ളാഹുവിന് പിന്നെ ലജ്ജയാണ്, അള്ളാഹുവിന് നാണമാണ്. അള്ളാഹു തആല ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതെ ഇവരുടെ ദുആഇനെ തിരസ്കരിക്കാൻ അള്ളാഹുവിന് കഴിയില്ല. കാരണം അള്ളാഹുവിന് നാണമാണ്. ആ മാതാവിന്റെ ഖബറിടത്തിൽ പോയി വിതുമ്പുന്ന മക്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രാർത്ഥനയാണ് മുഅ്മിനീങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടെ മരണപ്പെട്ടു പോയ ആളുകൾ മഖ്ബറകൾ, മസാറുകൾ സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം. അത് മരണത്തെ ഓർക്കാൻ നല്ലതാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നുണ്ട്, മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ആരാണോ നിരന്തരമായി മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാവണം. രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഒരാളും ഉറപ്പിക്കാൻ പാടില്ല. രാവിലെ ഉണരുന്നത് തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, ഒരു മരണത്തിൽ നിന്ന് ഞാൻ ഇതാ ജനിച്ചിരിക്കുകയാണ്, ഒരു മരണത്തിൽ നിന്ന് ഞാൻ ഇതാ പുനർജീവിച്ചിരിക്കുകയാണ്. നീയാണ് എന്നെ പുനർജീവിപ്പിച്ചത്, നിനക്കാണ് സർവ്വസ്തുതിയും. ഇനി വൈകുന്നേരത്തിനു മുമ്പേ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ടല്ലോ. മഗ്രിബായാൽ അല്ലാഹുവേ നാളെ സുബഹി വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ
ആളുകൾ പറയുന്നത് ബിസ്മികല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ഉറങ്ങുമ്പോഴും ഓർക്കുന്നത് മരണത്തെയാണ്, എണീക്കുമ്പോഴും ഓർക്കുന്നത് മരണത്തെയാണ്. ഈ ദിക്റുകൾ ചെല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചെല്ലുന്ന ആളുകൾക്ക് അർത്ഥമറിയാത്തത് കൊണ്ടാണ് മരണത്തെ നമ്മൾക്ക് ഓർമ്മ വരാത്തത്. ചെറുപ്പക്കാരാ, പാറി നടക്കുന്ന സമയമാണിത്, ചോരത്തിളപ്പുള്ള സമയമാണിത്, ആരെയും ചോദ്യം ചെയ്യാനുള്ള തന്റെ ഇടവും ധിക്കാരവും തോന്നുന്ന സമയമാണിത്. ഏത് തോന്നിവാസങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത കാലമാണിത്. പ്രണയിക്കാൻ മടിയില്ല, വ്യഭിചരിക്കാൻ മടിയില്ല, കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയാവാനും മടിയില്ല, ആരെയും പേടിയില്ല. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ല, ഉസ്താദുമാര് പറഞ്ഞാൽ അനുസരിക്കില്ല. ഉസ്താദ് എന്തിനാ അത് പറയുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിൽ കേരളക്കാരെ നമ്മൾ മാറാൻ പാടില്ല. ആന്ധ്രാപ്രദേശിലെ ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് കള്ളുകുടിയന്മാർക്കെതിരെ പ്രഭാഷണം നടത്തിയപ്പോഴാണ് കള്ളുകുടിയന്മാര് വന്ന് ജുമാ കഴിഞ്ഞ ഉടനെ പ്രശ്നമുണ്ടാക്കിയത്. അയാളോട് ആരാ പ്രഭാഷണം നടത്താൻ പറഞ്ഞത്? കള്ളിനെതിരെ പ്രഭാഷണം നടത്താൻ അയാൾ ആരാ എന്ന് ചോദിക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ള വിവരമില്ലാത്ത മദ്രസയുടെ വരാന്ത പോലും കാണാത്ത വിവരമില്ലാത്ത ആളുകളാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേരളക്കര എന്ന് പറയുന്നത് സാക്ഷരത കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നും പൊങ്ങച്ചം നടിക്കുന്ന നമ്മള്, അതേപോലെ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയ നമ്മള് എന്തിനാണ് ഉസ്താദ് അത് പറഞ്ഞത് എന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഉസ്താദുമാരല്ലാതെ പിന്നെ ആരാ ഇത് പറയേണ്ടത്? പള്ളിയുടെ മിമ്പറിൽ കയറി വെള്ളിയാഴ്ച ദിവസം ഉസ്താദുമാരല്ലാതെ പിന്നെ ആരാ നിങ്ങളോട് പറയേണ്ടത്? ആരാ നിങ്ങളോട് കൽപ്പിക്കേണ്ടത്? നിങ്ങൾ 4 ആളുകൾ കൂടി ഒരു 10,000 രൂപ സാലറി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ നിങ്ങൾ ആരാണ് മുഅ്മിനീങ്ങളെ? നിങ്ങൾ ആരാണ് ചെറുപ്പക്കാരാ? നിങ്ങളുടെ ശമ്പളം വാങ്ങിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? എന്നാൽ നിങ്ങൾ കയറിക്കോറോ മിമ്പറിൽ, നാട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം എഴുതി തന്നെ അത് വായിക്കാൻ ഖതീബുമാരെ, അത് വായിക്കാൻ ഉസ്താദുമാരെ കിട്ടൂല എന്ന് വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയാനല്ല ഖതീബിന്റെ പണി, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പറയലല്ല ഖതീബിന്റെ പണി. ഇവിടെയുള്ള തോന്നിവാസങ്ങൾക്കെതിരെ, ഇവിടെയുള്ള താന്തോന്നിത്തരങ്ങൾക്കെതിരെ ഇവിടെയുള്ള കുറച്ച് വയസ്സന്മാരുണ്ട്. തറവാട് വല്ലാത്ത ഹൃദയത്തെ അപമാനവും അഭിമാനവുമാണെന്ന് തോന്നുന്ന, ഞാൻ തറവാട്ടുകാരനാണ്, എന്റെ കയ്യിൽ ക്യാഷുണ്ട് എന്ന ചിന്താഗതിക്കാരുള്ള വിവരമില്ലാത്ത കിണറ്റിലെ തവളകളായ കുറച്ച് വയസ്സന്മാർ എല്ലാ മഹല്ലുകളിലുമുണ്ട്. അവർക്ക് എന്താ പണി? അവർക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യലാണ്. അവർക്ക് ഉസ്താദുമാര് വലിയ വണ്ടിയിൽ പോകുന്നത് കാണാൻ ഇഷ്ടമല്ല, അവർക്ക് ഉസ്താദുമാര് ബിസിനസ് നടത്തുന്നത് കാണാൻ ഇഷ്ടമല്ല. അവരെന്താ പറയുക? അവര് വിചാരിക്കുന്നത് എന്നും ഉസ്താദുമാര് ഇവരെ പോലെയുള്ള തറവാട്ടുകാരുടെ കാൽക്കൽ വീണ് അവര് പറയുന്നത് കേൾക്കണമെന്നുള്ള അഹംഭാവമുള്ള കുറച്ച് രക്ഷിതാക്കൾ ഓരോ മഹല്ലിലുമുണ്ട്. കേട്ടോളൂ, നിങ്ങൾ എഴുതി തരുന്നത് വായിക്കാനല്ല ഖതീബുമാര് മിമ്പറിൽ കയറുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉസ്താദുമാര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല, മാതാപിതാക്കള് പറഞ്ഞാലും കേൾക്കൂല, പിന്നെ ആരാ നിങ്ങളോട് പറയേണ്ടത്? തങ്ങന്മാര് പറഞ്ഞാലും കേൾക്കൂല, രാഷ്ട്രീയ നേതാക്കന്മാര് പറഞ്ഞാലും കേൾക്കൂല, സംഘടനാ നേതാക്കന്മാര് പറഞ്ഞാലും കേൾക്കൂല. പിന്നെ അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരണമെന്നാണോ പറയുന്നത്? അല്ലാഹു പറഞ്ഞ ഒരു ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുലൂബ, ഓരോ മനുഷ്യന്റെ ഹൃദയവും ഇരുമ്പുകൾക്ക് വെള്ളം ചേരുന്ന സമയങ്ങളിൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഓരോ ആളുകളുടെ ഹൃദയവും തുരുമ്പ് പിടിച്ചു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങളൊക്കെ ഇരുമ്പ് കണ്ടവരാ അല്ലെ? ഇരുമ്പ് കാണാത്ത ആളുകൾ ആരുണ്ടാവില്ല. ആ ഇരുമ്പുകൾ വെള്ളം കൊണ്ടാൽ പുറത്തു വെച്ചാൽ തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിച്ച ഇരുമ്പുകളെ നമ്മൾ മെറ്റൽ പേപ്പറുകൾ കൊണ്ട് അതിനെ ശുദ്ധിയാക്കിയില്ലെങ്കിൽ, വർഷങ്ങളോളം അതിനെ നമ്മൾ ഒഴിവാക്കി വിട്ടാൽ അത് പിന്നെ കുമ്പായി, ഓട്ടയായി, കേടായി, അതിങ്ങനെ പൊടിപൊടിയായി നിലത്തു വീഴും. അല്ലേ? അങ്ങനല്ലേ? അതാണ് ഇരുമ്പിന്റെ അവസ്ഥ. ഇതേപോലൊരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇരുമ്പുകൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഓരോ മനുഷ്യന്റെ ഹൃദയവും തുരുമ്പ് പിടിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മെറ്റൽ പേപ്പറുകൾ ഉപയോഗിച്ചാണ് ഇരുമ്പിനെ ശുദ്ധീകരിക്കേണ്ടതെങ്കിൽ വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ എങ്ങനെയാണ് നബിയെ ശുദ്ധീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? നിങ്ങൾ മരണത്തെ ഓർക്കണം,
നിങ്ങൾ മരണത്തെ ഓർക്കണം, അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വാദകളിൽ ഇരുന്നാലല്ലേ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയുക? അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ ഇരുന്നാലല്ലേ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയുക? പരിശുദ്ധമായ ഖുർആൻ ഓതണം, മരണത്തെ ഓർക്കണം, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വാദകൾ നിങ്ങൾ കേൾക്കണം. ഇതൊന്നും കേൾക്കാൻ തയ്യാറാവാത്ത ആളുകളുടെ ഹൃദയങ്ങൾ ഇരുമ്പ് നശിച്ചു പോകുന്നത് പോലെ അവരുടെ ഹൃദയവും നശിച്ചു പോകുമെന്ന്. അങ്ങനെ നശിച്ചു പോയാൽ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, അവർക്ക് പിന്നെ നന്നാവാൻ കഴിയൂല, നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ പുച്ഛത്തോടെ കണ്ടോളൂ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വയസ്സന്മാർക്കുണ്ട്, ചെറുപ്പക്കാർക്കുണ്ട്. അതൊക്കെ മൊയ്ലാമാർക്ക് വേറെ പണിയൊന്നുമില്ല. മൊയ്ലാമാർക്ക് പണിയില്ല തന്നെ എന്നാ നിങ്ങളിങ്ങനെ മാറുന്നുള്ളൂ. ഇരുമ്പ് എങ്ങനെയാണോ നശിക്കുന്നത് അതേപോലെ ഹൃദയവും നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ റീകവർ ചെയ്യാൻ പറ്റില്ല. ഏതൊരു വസ്തുവും അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണണം. വലാ തുക്സിരിൽ ലഹിക ഫഇന്നൽ ലഹിക തുമീതുൽ ഖൽബ. നിങ്ങൾ ഒരുപാട് ചിരിക്കരുത് മുഅ്മിനീങ്ങളെ, ഒരുപാട് ചിരിക്കാൻ പാടില്ല. ചിരിക്കുന്നവരുടെ ഹൃദയം കടുത്തുപോകും, ഖസ്വത്തുൽ ഖൽബുണ്ടാകും, ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തീരെ ചിരിക്കണ്ടെന്നല്ല, സ്മൈലിംഗ്, അതേപോലെ തബസ്സും, പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതല്ല നമ്മൾ ചിരിക്കാൻ പോലും ഇസ്ലാമിൽ അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി യുക്തിവാദികളൊന്നും പ്രസംഗിക്കാൻ നിൽക്കണ്ട. ഇസ്ലാമിന് ചിരിക്കാൻ പോലും അവകാശമില്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഇസ്ലാം പറഞ്ഞത് നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്നത് പോലും, സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്, ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ പൊട്ടി പൊട്ടി ചിരിക്കുന്നവരാവരുത്. നിരന്തരമായി ചിരിയും തമാശയും തന്നെയാണ്. നബിയേ, ജീവിതം കളിയും ചിരിയും തമാശകളും മാത്രമാക്കി മാറ്റിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ വിട്ടേക്ക് നബിയേ, അവരെ ഞാൻ നോക്കിക്കോളാം. അല്ലാഹുവാണ് പറഞ്ഞത്, അവരെ വിട്ടേക്ക്. അവരുടെ പിന്നാലെ കൂടേണ്ട ആരെ കുറിച്ചാ പറയുന്നത്? അവരുടെ മതം തന്നെ കളിയാണ്, അവരുടെ മതം തന്നെ ചിരിയും എന്റർടൈൻമെന്റുമാണ്, അവരുടെ ജീവിതം തന്നെ ആസ്വദിക്കുക. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ജീവിതം മനോഹരമാണ്, അതുകൊണ്ട് നന്നായി ആസ്വദിക്കുക എന്ന ആശയക്കാരാണ് അവർ. അവർക്ക് ദീനീ ബോധമില്ല, അവർക്ക് മസ്ജിദ് എന്തെന്നറിയില്ല, പള്ളി നിസ്കാരം വഅദ് ദിക്ർ സ്വലാത്ത് അവർക്കറിയില്ല. ആകെ എൻജോയ്മെന്റ് മാത്രം, ആകെ ആസ്വാദനം മാത്രം. എന്താണോ ചീഞ്ഞു നാറുന്ന പാശ്ചാത്യന്റെ സംസ്കാരങ്ങൾ അത് അതേപോലെ കടമെടുക്കുക എന്നല്ലാതെ ദീനിനെ കുറിച്ചുള്ള ബോധവാന്മാരല്ലവർ. അത്തരം ആളുകളെ വിട്ടേക്കു നബിയെ, വിട്ടേക്കു, ഞാൻ നോക്കിക്കോളാമെന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ താക്കീതാണെന്ന് മനസ്സിലാക്കണം. ഇത് ചില ആളുകളുണ്ട്, കാലത്തിനനുസരിച്ച് കോലം കെട്ടും. കോലം കെട്ടുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ചില സമയത്തുണ്ടാകും പാൻറ്റൊക്കെ ധരിച്ച്, നെഞ്ചിലേക്ക് പാൻറ്റും ധരിച്ചിട്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവില്ല, പിന്നെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് കളറായി വൈൽഡായി, മുടിയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി വളഞ്ഞ് കേളായി, താടിയും പറയണ്ട, അങ്ങനെ ഒരു വൃത്തികെട്ട കോലം. ഒരു മാന്യമായൊരു ഡ്രസ്സിങ് ഉണ്ട്, അതിനൊന്നും ഞാൻ തീർക്കല്ല. ഒരു ദിവസം കാസർഗോഡ് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നെഞ്ഞിലൊക്കെ ഇൻസൈഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ പണ്ടുള്ള മോഡലായിരുന്നു, ഇപ്പോൾ മാറി കുറച്ച് മാന്യമായ അന്തസ്സോട് കൂടി ബെൽറ്റ് കെട്ടേണ്ട സ്ഥലത്ത് ഇൻസൈഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തി. പിന്നെ വീണ്ടത് മാറാണ്. ഇത് മാറുന്നതിനനുസരിച്ച് ചെറുപ്പക്കാരും മാറാണ്. അവർ മാറുമ്പോൾ അവരുടെ പാൻറ് നെഞ്ഞിൽ ബെൽറ്റ് ഇട്ടിട്ടില്ല. ആ ഡ്രസ്സിന്റെ കളർ കണ്ടാൽ ലോകത്തുള്ള എല്ലാ രാജ്യത്തിന്റെ ഭൂപടവും ആ ഡ്രസ്സിലുള്ളത് പോലെ. എന്നിട്ട് ഇവർ ഭയങ്കര ഫ്രീക്കാന്ന് ഇയാൾക്ക് തോന്നാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് തോന്നാണ്. കാണുന്ന ആളുകളൊക്കെ ഇത് അറപ്പോടെ കാണല്ലേ? എന്താ ഈ മനുഷ്യന്റെ അവസ്ഥ? എന്താ ഈ ചെറുപ്പക്കാരന്? ഇങ്ങനെയല്ലേ ആളുകൾ വിചാരിക്കുക? ഞാൻ അങ്ങനെ വിചാരിച്ചു. അതേപോലെ കാണുന്ന ആളുകളൊക്കെ അങ്ങനെയല്ലേ വിചാരിക്കുക? എന്താ ഈ മനുഷ്യന്റെ അവസ്ഥ? ഒന്ന് മാന്യമായി ഡ്രസ്സ് ചെയ്തൂടെ? ഒന്ന് മാന്യമായി ഹെയർ സ്റ്റൈൽ, ഒന്ന് മാന്യമായ ഒരു താടി, ഇതൊക്കെ വെച്ചൂടെ? ഇസ്ലാം നിങ്ങളുടെ ഹെയർ സ്റ്റൈലിനെയോ താടിയോ ഒന്നും എതിർക്കല്ല, പക്ഷെ വൃത്തികേട് ഉണ്ടാക്കരുത്. ജനങ്ങൾ കണ്ടാൽ വെറുക്കുന്ന അറക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ എന്റെ മുസ്ലിം ഉമ്മത്തെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ഒഴിവാക്കിയേക്കണം, നിങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ തലമുടി അതേപോലെ ഹൽക്ക് ചെയ്തുകൊണ്ട് വടിച്ചുകൊണ്ട്
നമ്മുടെ സൈഡ് മുടിയുടെ 3 ഭാഗങ്ങൾ ബാക്കിലും 2 സൈഡിലും വടിച്ചുകൊണ്ടുള്ള ഒരു മോഡൽ ഹറാമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അത് ഹറാമാണ്, സൂക്ഷിക്കണം ആളുകൾ. ക്രോപ്പ് ചെയ്യുന്നവർ, ക്രോപ്പ് ചെയ്യൽ ഹറാമാണ്, അതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. ക്രോപ്പ് ചെയ്യൽ ഹറാമാണ്. ഹൽക്ക് ചെയ്യാൻ വടിക്കുന്നവരുണ്ട്, ഇനി ട്രിം ചെയ്യുന്നവരുണ്ട്, കട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു മാന്യമായ രീതിയിൽ വെക്കുക. ഹൽക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൽക്കിനോട് സദൃശ്യമുള്ള രീതിയിൽ വെട്ടുന്നതൊക്കെ സൂക്ഷിക്കുക. മനസ്സിലായോ? വടിക്കുന്നതും വടിച്ചതിന് സമാനമായ രീതിയിൽ ട്രിം ചെയ്യുന്നതും സൂക്ഷിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ പേക്കൂത്തുകളും ഈ വേഷങ്ങളും ഈ കാട്ടിക്കൂട്ടലുകളും നമ്മൾ നിർത്തണം. ഒരു മാന്യമായ ഡ്രസ് കോഡുണ്ട്, ഒരു മാന്യമായ വേഷമുണ്ട്, ഒരു മാന്യമായ വസ്ത്രമുണ്ട്. ഇതെല്ലാമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ ധരിക്കേണ്ടത്. എങ്കിൽ ജനങ്ങൾക്കിടയിൽ നമ്മൾക്കൊരു അന്തസ്സുണ്ടാകും, ജനങ്ങൾക്കിടയിൽ നമ്മൾക്കൊരു അംഗീകാരം ഉണ്ടാകും. അതല്ലെങ്കിൽ ആരോ ഒരാൾ വീഡിയോ ഉണ്ടാക്കിയതുപോലെ ഭ്രാന്തൻ നായിനെ വിളിക്കുള്ളൂ, അത് ഭ്രാന്തൻ നായി എന്നെ എന്ന് പറയും. മനസ്സിലായോ? ആ കാണുമ്പോ അത് ഭ്രാന്തൻ നായി എന്നെ, അതന്നെ ആയിരിക്കും ലാസ്റ്റ്. ആ ഒരു പരിഗണന കിട്ടുള്ളൂ. ഭ്രാന്തൻ നായിക്ക് എന്താ പരിഗണന കൊടുക്കുക? ആ ഭ്രാന്തൻ നായിന്റെ പരിഗണന ഇങ്ങനെ നെഞ്ഞിലേക്കൊക്കെ ഇൻസൈഡ് ആക്കി ബെൽറ്റും വെക്കാതെ ലോകത്തുള്ള സർവ്വരാജ്യങ്ങളുടെ മാപ്പുള്ള കുപ്പാക്കിട്ട് നടന്നാൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തിന് ജനങ്ങളിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കണം? അതിന്റെ ആവശ്യം എന്താ? ഇസ്ലാം വസ്ത്രത്തെ എതിർക്കുന്നില്ലല്ലോ, ഇസ്ലാം ഗ്ലാമറിനെയോ സൗന്ദര്യത്തെ എതിർക്കുന്നില്ലല്ലോ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹുവിന് സൗന്ദര്യം ഇഷ്ടമാണ്. അല്ലാഹു സൗന്ദര്യവാനാണ്, അല്ലാഹു സുന്ദരനാണ്, അല്ലാഹുവിന് സൗന്ദര്യത്തെ ഇഷ്ടമാണ്. നല്ല സൗന്ദര്യം വേണം. നമ്മുടെ വൃത്തി, നമ്മുടെ ശരീരം വൃത്തിയിൽ നടക്കണം. വൃത്തിയുടെ ഭാഗമാണ് നമ്മുടെ വസ്ത്രം, നമ്മുടെ കോലം. ജനങ്ങൾ കാണുമ്പോൾ വെറുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഡ്രസ് കോഡ് മാറരുത്. അതാണ് പാശ്ചാത്യന്റെ ചീഞ്ഞു നാറുന്ന സംസ്കാരം എന്ന് പറയുന്നത്. പെണ്ണും അതേപോലെ, ആണ് മാത്രമല്ല പെണ്ണും അതേപോലെ സൂക്ഷിക്കേണ്ടതുണ്ട്. പെണ്ണിന്റെ വേഷവിധാനം, ആണിന്റെ വേഷവിധാനം, മോഡലുകൾ മാറുന്നതിനനുസരിച്ച് മാറുമ്പോൾ ഇതെനിക്ക് പാടുണ്ടോ പാടില്ലേ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവണം. ഇന്ന് ഞാൻ പെൺകുട്ടികളെ പറയുന്നില്ല, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളെയാണ് പറയുന്നത്. രക്ഷിതാക്കളെ, നിങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നിങ്ങളാണ്. ആ മോഡലിനനുസരിച്ച് വസ്ത്രം വാങ്ങുമ്പോൾ ഇതെനിക്ക് പാടുണ്ടോ പാടില്ലേ എന്ന് ഒരാവർത്തി ആലോചിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി. ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്, ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്. അതിനിടയിൽ ആരോ പറഞ്ഞു മുഖംമൂടി നടക്കാൻ പാടില്ല. എന്തെങ്കിലും മുഖംമൂടി നടന്നാൽ, മുഖംമൂടി നടക്കുമ്പോ പല ആളുകൾ ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ചിട്ട് മുഖംമൂടി നടക്കേണ്ടതാണ്. നടന്നോട്ടെ, ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമല്ലേ. ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈയിടാൻ പാടില്ല. ഒരാൾക്ക് മുഖം മൂടി നടക്കണമെന്ന് തോന്നിയാൽ അവർ നടന്നോട്ടെ, എന്താ കുഴപ്പം? അയച്ചു നടക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ. അല്ല, ട്രൗസർ ഇട്ട് ബിക്കിനിട്ട് നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ആർക്കും. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരാൾ മുഖം മൂടി നടക്കുമ്പോഴാണ് കുഴപ്പം. അതവർ നിങ്ങൾ തസ്ലീമ നസ്രീന്റെ ആ ഒരു ചിന്താഗതി ഒന്നും വേണ്ട തൽക്കാലം. ഇപ്പൊ തൽക്കാലം കേരളത്തിലുള്ള ഈ ചിന്താഗതിക്ക് മതി. മുഖം മൂടി നടന്നാൽ എന്താ കുഴപ്പം? ഒരാൾക്ക് ഒരു പെണ്ണിന് ആഗ്രഹം തന്റെ മുഖം ആരും കാണരുത് എന്നാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിച്ചത്, അയ്യുൻ നിസാഇ ഖൈർ, ലോകത്ത് സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? നല്ല പെണ്ണിന്റെ ക്വാളിറ്റി എന്താണ്? നല്ല പെണ്ണിന്റെ അടയാളം എന്താണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിച്ചപ്പോഴാണ് സ്വഹാബാക്കൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഏറ്റവും നല്ല പെണ്ണിന്റെ അടയാളം എന്ത് എന്നൊരു ക്ലാസ്സിൽ വെറുതെ ചോദിച്ചു. ആർക്കും മറുപടിയില്ല. സിദ്ദീഖ് തങ്ങളുണ്ട്, മഹാനായ അലി തങ്ങളുണ്ട്, മറ്റുള്ള സ്വഹാബാക്കളുണ്ട്, ആർക്കും മറുപടിയില്ല. എന്താണ് പറയേണ്ടത്? അങ്ങനെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ അലി തങ്ങൾ നേരെ പോയത് ഫാത്തിമയുടെ അടുത്തേക്കാണ്. സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമയോട് ചോദിച്ചു അലി എന്നവർ, ഫാത്തിമ, നിങ്ങളുടെ പിതാവ് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, അയ്യുൻ നിസാഇ ഖൈർ, ഏറ്റവും നല്ല പെണ്ണേതാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, അല്ലാ യറൈന الرجال ولا يراهن الرجال, ഏറ്റവും നല്ല പെണ്ണിന്റെ അടയാളം എന്ന് പറയുന്നത് അല്ലാ യറൈന الرجال, അവൾ അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല, അവൾ അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല.
വലാ യറാഹുന്ന الرجال അന്യ പുരുഷന്മാർക്ക് ഇവളെ കാണാനുള്ള അവസരം ഇവൾ കൊടുക്കാനും പാടില്ല. ഇതാണ് ഒരു നല്ല പെണ്ണിന്റെ അടയാളമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചതുപോലെ തന്നെ അന്യ പുരുഷന്മാരെ കാണരുത് എന്ന ചിന്തയോടെ മുഖം മറച്ചു നടക്കുന്ന പെണ്ണിനോട് ദയവ് ചെയ്ത് എന്റെ നാട്ടുകാരെ നിങ്ങൾ മുഖം വെളിവാക്കാൻ പറയരുത്. താല്പര്യമുള്ളവർ അങ്ങനെ നടന്നോട്ടെ. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്, ചൂഷണം ചെയ്യരുത്. അഥവാ മുഖം മറച്ചുകൊണ്ട് കൈ മറച്ചുകൊണ്ട് അന്യ പുരുഷന്മാരുടെ കൂടെ ബൈക്കിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ബൈക്കിലൂടെ കറങ്ങുന്നവരുണ്ട്, ക്ലാസ് കട്ട് ചെയ്യുന്നവരുണ്ട്, അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ട്. അത് അവരും അല്ലാഹുമായിക്കോട്ടെ, നിങ്ങൾ ഇടപെടേണ്ട ആ വിഷയങ്ങളിൽ. അവരും അല്ലാഹുവും തമ്മിൽ തീർത്തോട്ടെ, നിങ്ങൾ ഇടപെടേണ്ട. അവർ അത്തരം ആളുകൾ ഒരു പെണ്ണിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത്, ഒരു പെണ്ണിന്റെ മാന്യത എന്ന് പറയുന്നത് അവരുടെ ഡ്രസ് കോഡാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. ഖുല്ലിൽ മുഅ്മിനാത്തി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഭാര്യമാരോട് പറയണം എന്താണ്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫ്ന. അതാണ് അവർ നല്ലവരാണ് എന്നറിയാൻ ഏറ്റവും വലിയ അടയാളം. അതാണ് ഒരു പെണ്ണ് നല്ലവളാണോ ചീത്തയാണോ എന്നറിയാൻ അവളുടെ ഡ്രസ്സ് മതി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു പെണ്ണ് നല്ലവളാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് അവളുടെ വസ്ത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആരും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടേണ്ട. ഇസ്ലാം ദീനിന്റെ വിധി വിലക്കുകൾ പറയാം, അവരത് ചെയ്യട്ടെ. ചെയ്യാൻ താല്പര്യമില്ലാത്ത മതം വിട്ട പെണ്ണുങ്ങളുണ്ട്, മതം വിട്ട ടീച്ചർമാരുണ്ട്, യുക്തിവാദത്തിലേക്ക് പോയ പല പെൺകുട്ടികളുമുണ്ട്. അവർക്ക് അവരുടെ മതമാണ്, അവരെന്തും ചെയ്തോട്ടെ, നമ്മൾ ഇടപെടുന്നില്ല. 1947 മുതൽ ഓരോ ആളുകൾക്ക് അവരിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാൻ, അവരിഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് ലഭിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുമ്പോൾ നിങ്ങൾ ആരും പ്രശ്നമാക്കാൻ പോകേണ്ട. അവന്റെ മതം ഏതുമായിക്കോട്ടെ, അവന്റെ സംഘടന ഏതുമായിക്കോട്ടെ, അവന്റെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഫാസിസ്റ്റുകാരനായിക്കോട്ടെ, RSSകാരനായിക്കോട്ടെ, സംഘപരിവാറുകാരനായിക്കോട്ടെ, ഒളിച്ചോടി പോകുന്ന പെണ്ണിന്റെ ആ ചർച്ചകൾ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നത് നിർത്തിയേക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പോകുന്നവർ പോകട്ടെ, അതിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. സ്വാഭാവികമായി ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുമ്പോ ഈമാനുള്ള ആളുകൾക്ക് വേദനിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. പോകുന്നവർ പോകട്ടെ, വരുന്നവർ വരട്ടെ. നൂറുകണക്കിന് ആയിഷമാരും നൂറുകണക്കിന് ജസ്ലമാരും മതം വിട്ടു പോകുമ്പോൾ ആയിരക്കണക്കിന് ഹാദിയമാരിങ്ങോട്ട് വരുന്നുണ്ടോ എന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ആയിരക്കണക്കിന് ഹാദിയമാരിങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, ആയിരക്കണക്കിന് ആതിരമാരിങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അതൊന്നും ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടാറില്ല. അതുകൊണ്ടൊരു 100 എണ്ണം പോയ ആളുകളുടെ അടയാളങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതം വിട്ട പെണ്ണിന്റെ നിലവാരം ഫേസ്ബുക്കിൽ നമ്മൾ ഇന്ന് തുറന്നാൽ അറിയാം. എന്താ ആ മതം വിട്ട പെണ്ണിന്റെ നിലവാരം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചയാണ്. അവരുടെ യോഗ്യത എന്ത് എന്നുള്ളത്, അവരുടെ സംസ്കാരം എന്നുള്ളത്. ഇത്തരം സംസ്കാര ശൂന്യരായ ആളുകൾ പോയാൽ എന്ത്, പോയില്ലെങ്കിൽ എന്ത്? നമ്മുടെ ഇസ്ലാമിന് വല്ല കുഴപ്പവുമുണ്ടോ? ഇസ്ലാമിന് വല്ല നഷ്ടവുമുണ്ടോ? അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, രാവിലെ ഉറങ്ങുന്നത് തന്നെ, രാവിലെ എണീക്കുന്നത്, രാത്രി ഉറങ്ങുന്നത് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ. അല്ലാഹുവേ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഉറങ്ങുന്നത്. മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ ഉറങ്ങുന്നത്. ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടല്ല, മരിക്കുന്നു. അത് മരണമാണ്. ഉറക്കുക എന്നുള്ളത് മരണമാണ്. രാവിലെ ഉണരുന്നതോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എന്റെ ഉറക്കിൽ നിന്ന് എന്നെ ഉണർത്തിയ ചമ്പുരാനെ നിനക്ക് സർവസ്തുതിയും എന്നല്ല പറയുന്നത്. എന്നെ മരണത്തിൽ നിന്ന് പുനർജീവിപ്പിച്ച റബ്ബേ നിനക്ക് സർവസ്തുതിയും എന്നാണ് പറയുന്നത്. അല്ലാഹുവേ ഇന്നലെ രാത്രി ഉറങ്ങിയ എന്നെ രണ്ടാമത് എണീപ്പിച്ച റബ്ബേ നിനക്ക് സർവസ്തുതിയും എന്നല്ല പറയുന്നത്. പിന്നെ പറയുന്നതോ എന്നെ മരണത്തിൽ നിന്ന് പുനർജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടാണ് ഉറങ്ങുന്നത്. രാവിലെ
ഉണരുന്നതും മരണത്തെ ഓർത്തുകൊണ്ടാണ്. അങ്ങനെ മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് ഖല്ല ഹസദുഹു വഖല്ല ഫറഹുഹു, അസൂയയുണ്ടാവില്ല എന്ന് ശഫീഉനാ റസൂൽ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഖല്ല ഫറഹുഹു വഖല്ല ഹസദുഹു. അസൂയ ഉണ്ടാവില്ല. അസൂയയില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ, അസൂയില്ലാത്തവരൊക്കെ സ്വർഗ്ഗത്തിലാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗക്കാരനായ ഒരു സ്വഹാബിയെ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തപ്പോ സ്വഹാബാക്കൾ കാരണം അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഇയാൾ സ്വർഗ്ഗത്തിലെത്തിയത്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന് ആരോടും അസൂയയില്ല എന്നാണ്. ഉറങ്ങുമ്പോഴേക്കും ആരോടും ചൊടിയില്ലാതെ, ആരോടും പകയില്ലാതെ, അസൂയയില്ലാതെയാണ് ഞാൻ ഇന്ന് വരെ ജീവിച്ചത്. എല്ലാവരോടും സ്നേഹം മാത്രമേ എനിക്കുള്ളൂ, ആരോടും വെറുപ്പില്ല, ആരോടും പ്രതികാരമില്ല. ഇതാണ് ഞാൻ സ്വർഗ്ഗത്തിലെത്താൻ കാരണമെന്ന് അൻസ്വാരിയായ സ്വഹാബി മറ്റുള്ള സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് അസൂയയുണ്ടാവില്ല. അസൂയയില്ലാത്തവൻ നേരെ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, പലരും പല സ്റ്റൈലിലാണ് മരിക്കുന്നത്. നമ്മൾക്ക് അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയണം. യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രതിസന്ധിയിലാവാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു തന്നത്. എന്താണ് ആ ദുആ? മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ 2 വിരലിലാണുള്ളത്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ 2 വിരലിലാണ്. വ ഇൻശാഅ അഖാമ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അയാളെ നന്നാക്കും. വ ഇൻശാഅ അസാഗ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരാളെ മോശമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി തിന്മയിലേക്കും നന്മയിലേക്കും നമ്മുടെ ഹൃദയം ചാഞ്ചാടുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി ദുആ ചെയ്യണം. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിരുന്നു. പടച്ചോനെ, ഹൃദയത്തെ നന്മയിലേക്കും തിന്മയിലേക്കും മാറ്റിമറിക്കുന്ന നീ എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വട്ടം ദുആ ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ എത്ര പേര് ദുആ ചെയ്യുന്നു? നമ്മൾക്ക് ഇതൊക്കെ ഒരു നിസ്സാരമാണ് അല്ലേ? ആസാദി മുദ്രാവാക്യം വിളിച്ച് ഗോളി മാറോ എന്ന് പറയാൻ ചെറുപ്പക്കാർക്ക് വലിയ ആവേശമാണ് അല്ലേ? വലിയ ആവേശമാണ്. ഹം ഇധർ ഹി മറേംഗെ തും കുച്ച് ഭീ കർ ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തോട് കെട്ടും കൊട്ടി പോകും അല്ലെ? പിന്നെന്താണ്? ഇല്ല നിങ്ങൾക്കാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ഡയലോഗാണ്. ഈ ഇല്ല നിങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആവേശം ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റിട്ട് പടച്ചോനെ നിന്നിലേക്ക് ഞങ്ങൾ ബരമേൽപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഏത് പ്രതിസന്ധിയും നീ അറിയാതെ സംഭവിക്കൂല. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. എന്ത് പ്രതിസന്ധിയും അള്ളാഹു അറിയാതെ ഇവിടെ നടക്കുന്നില്ല. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. നീ വിചാരിച്ചാൽ ഈ ഒരു പ്രതിസന്ധിയെ ഉയർത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പടച്ചോനെ ഈ ഒരു പ്രതിസന്ധി നമ്മൾക്ക് എളുപ്പമാക്കി അനുകൂലമാക്കി തരണേ എന്ന് ദുആ ചെയ്യാൻ ചെറുപ്പക്കാരെ കിട്ടൂല. അതിന് പകരം അങ്ങോട്ട് സിന്ദാവ ആസാദിയും വിളിച്ചിങ്ങനെ നടക്കുന്നു. നടന്നോ? അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ ദുആവും ഉണ്ടാവും. ദുആ ഇല്ലാതെ അല്ലാഹുവിലേക്ക് മടങ്ങാതെ ഒരു ആസാദി മുദ്രാവാക്യം കൊണ്ടും ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. പ്രാർത്ഥനയില്ലാതെ അല്ലാഹുവിലേക്ക് മടങ്ങാതെ ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിന്റെ പേരിൽ 300 വർഷമാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. 300 വർഷമാണ് ദുആ ചെയ്തത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചെറിയൊരു വിഷയം വന്നപ്പോൾ ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ചെറിയൊരു ശാരീരികമായ അസ്വസ്ഥതകൾ വന്നപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. റബ്ബി ഇന്നി, അല്ലാഹുവേ എനിക്ക് ചെറിയൊരു പ്രയാസം വന്നിട്ടുണ്ട്, മസ്സനിയൽ ദുർറു, എനിക്കൊരു പ്രയാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അല്ലാഹുവിലേക്ക് ദുആ ചെയ്തു മടങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലെത്തിയപ്പോൾ അവിടെ പോയി അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ ശർറ് സഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. സ്വാലിഹ് നബിയും അങ്ങനെ തന്നെയാണ്, ഹൂദ് നബിയും അങ്ങനെ തന്നെയാണ്. ലോകം കണ്ട പ്രവാചകന്മാരിൽ പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങിച്ചതാണ് വിജയം. അതല്ലാതെ സമരം കൊണ്ടല്ല, ആസാദി മുദ്രാവാക്യം കൊണ്ടല്ല, അല്ലാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങിച്ചതാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ബദർ യുദ്ധത്തിൽ വിജയിച്ചതെന്നറിയോ? എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സുജൂദിൽ നിന്ന് തല ഉയർത്താതെ അല്ലാഹുവിനോട് ദുആ ചെയ്തതെന്താ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ ഒരു സംഘത്തെ നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹുവേ ഈ സംഘം നശിപ്പിക്കപ്പെട്ടാൽ, ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, ഈ സംഘമെങ്ങാനും നശിച്ചു പോയാൽ, ഫലൻ തുഅബദ ഫിൽ അർളി അബദാ, നിന്നെ ആരാധിക്കാൻ ഇവിടെ ഒരാളും ഉണ്ടാവൂല റബ്ബേ. ആരാ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നത്? ആരാ നിന്റെ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരാണ് റബ്ബേ ഇവിടെ ഉച്ചരിക്കുന്നത്? അതുകൊണ്ട് എന്റെ സമുദായത്തെ നീ നശിപ്പിക്കല്ലേ എന്ന് സുജൂദിൽ കടന്ന് ദുആ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയം നൽകിയത്. എന്നിട്ട് നമ്മൾ വിചാരിച്ചെന്താ, 4 സിന്ദാബാദ് വിളിച്ചാൽ ഒക്കെ ശരിയാവുന്നല്ലേ? അങ്ങനെയാണ് ധാരണ. അങ്ങനെ സിന്ദാബാദ് വിളിച്ചു, അങ്ങനെ ഭയങ്കര ആവേശത്തോടു കൂടി സിന്ദാബാദൊക്കെ വിളിച്ചിട്ട് രാത്രി വന്നിട്ട് നല്ലൊരു ഫുട്ബോൾ ടൂർണമെന്റ്, മാഷാ അല്ലാഹ് റാഹത്തായി. രാത്രി വന്നിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ്, അല്ലെങ്കിൽ ഒരു ഗാനമേള, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്, നല്ല ഉഷാറായി. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ളൊരു സമുദായത്തെ എങ്ങനെ അള്ളാഹു സഹായിക്കണമെന്നാ പറയുന്നത്? ആളുകളൊക്കെ ഭീതിയോടെ വീട് നഷ്ടപ്പെടുമോ, സ്ഥലം നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ പേടിയോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള സർക്കസുകളിൽ പോയി മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ നൃത്തം ചെയ്യുന്നത്, മ്യൂസിക് എക്സിബിഷനിൽ പോയി നിരന്തരമായി ആടുന്നത്. ആര്? നല്ല മുസ്ലിം പെൺകുട്ടികൾ. ഉടുപ്പ് വേണം, ലജ്ജ വേണം, മാനം വേണം. ഇതൊന്നുമില്ലെങ്കിൽ ഇതൊക്കെയുള്ളവർ കുളിച്ച കുളത്തിലെങ്കിലും ഒരു തവണ കുളിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങളോടാ പറയുന്നത്. നിങ്ങൾ എവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ഉണ്ടാവാം. ഉള്ളിപ്പാടിയിൽ നടന്ന മ്യൂസിക് എക്സിബിഷനിൽ നൃത്തം ചെയ്ത മുസ്ലിം പെൺകുട്ടികൾ എവിടെയുണ്ടാകാം. എന്തുകൊണ്ട്? നൃത്തം ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കണ്ടേ? നിങ്ങള് തലയാട്ടി നിങ്ങളുടെ ശരീരം ഇളക്കി നിങ്ങൾ ആടിപ്പാടുമ്പോ ഈ തലയാട്ടാൻ നാളെ തലയുണ്ടാകുമോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെറുപ്പക്കാര് ചെയ്തത് ഗംഭീരമായി പല സ്ഥലങ്ങളിലും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുക. ടൂർണമെന്റുകളിൽ വിജയിച്ചാൽ തോറ്റ ടീമിനെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ അഴിച്ചുവിടുക. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പരസ്പരം പോരടിക്കുക. എന്തിനാണ് നിങ്ങൾ റോഡിലേക്ക് പോയത്? എന്തിനാണ് നിങ്ങൾ സമരത്തിനിറങ്ങിയത്? ആ സമരം കഴിഞ്ഞ് ആർക്കെതിരെയാണ് നിങ്ങൾ സമരം വിളിക്കുന്നത്? ഫാസിസ്റ്റുകൾക്കെതിരെയാണ് നിങ്ങൾ സമരം വിളിക്കുന്നത്. 2000 ആളുകളെ ഡൽഹിയുടെ തെരുവീതിയിലേക്ക്, പെട്ടെന്ന് ഡൽഹിയുടെ തെരുവീതിയിലേക്ക് 2000 ആളുകളെയാണ് ഇറക്കി വിട്ടത്. എന്തിന്? പോലീസുകാരുടെ, പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ ലോഡ് കണക്കിന് കല്ലുകൾ കൊണ്ടുവന്നിട്ട് പോലീസുകാർ പറയാണ് എറിയടാ, എറി, മുസ്ലിമീങ്ങൾക്കെതിരെ എറിയാൻ. ആരായി വാർത്ത പുറത്തുവിട്ടത്? BBC ന്യൂസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എന്നിട്ടോ 2000 അല്ല 14000 ഫോൺ കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഡൽഹിയിൽ നിന്ന് 14000 ഫോൺ കോളുകളാണ് പോയത്. ഈ 14000 ഫോൺ കോളുകളിൽ മാന്യമായ ഒരു പോലീസ് പോലും പ്രതിജ്ഞപ്പോ, മുസ്ലിം ഉമ്മമാരുടെ ഗർഭത്തേക്ക് ചവിട്ടി തേച്ചപ്പോ, മുസ്ലിം ഉമ്മമാരെ ജീവനോടെ കരിച്ചു കൊന്നപ്പോ, 85 പ്രായമുള്ള ഒരു പാവപ്പെട്ട ഉമ്മയെ വരെ കണ്ണിൽ ചോരയില്ലാതെ ജീവനോടെ കരിച്ചു കൊന്നപ്പോ, 7 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോട് ഓമനത്വം പോലും തോന്നാതെ നിഷ്ഠൂരമായി വധിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട കേരളക്കരയിലുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾ ഫുട്ബോൾ ടൂർണമെന്റ് വെച്ച് ആഘോഷിക്കുന്ന സമയമല്ലേ? ഇങ്ങനൊരവസ്ഥ നമ്മുടെ നാട്ടിലെ
നാട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പെട്ടെന്നൊരു 2000 ആളുകളെ ഇറക്കുന്നു നിങ്ങളുടെ നാട്ടിലേക്ക്, ഒരു കലാപമുണ്ടാക്കുന്നു. പോലീസുകാരെല്ലാം കലാപകാരികളുടെ കൂടെയാണ്, പോലീസുകാരെല്ലാം അക്രമകാരികളുടെ കൂടെയാണ്. എന്തു ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും? ആരാ നിങ്ങളെ സഹായിക്കുക? നമ്മളല്ലാതെ പിന്നെ ആരാ നമ്മളെ സഹായിക്കുക? നാം അല്ലാതെ ആരും ഉണ്ടാവൂല. ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാലും പോലീസുകാര് പ്രതികരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരസ്പരം പോരടിക്കുന്നത് കുടുംബത്തിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ, അഭിമാനത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ പരസ്പരം പോരടിക്കുന്നത് നിർത്തിയിട്ട് സ്നേഹത്തോടെ ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. സംഘടിതമായി ജീവിക്കാൻ ശ്രമിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഓ ജനങ്ങളെ, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിൽ ജമാഅ, സംഘടിതരായി നിൽക്കണമെന്നാ പറഞ്ഞത്, സംഘശക്തിയായി നിൽക്കണമെന്നാ പറഞ്ഞത്. ടൂർണമെന്റുകൾ വെച്ച് പരസ്പരം പടക്കം പൊട്ടിക്കാനും ബോംബെറിയാനും കൊട്ടേഷൻ നൽകാനുമല്ല, പരസ്പരം പോരടിക്കാനല്ല. ഉറൂസിന്റെ പേരിൽ കലാപങ്ങളും കലഹങ്ങളും നടക്കാറില്ലേ? ടൂർണമെന്റുകളുടെ പേരിൽ നടക്കാറില്ലേ? എന്തിനാണ് പൊന്നാര മുഅ്മിനീങ്ങളെ നാട് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ? അന്ന് ഓരോ രാജ്യങ്ങൾക്കിടയിൽ ബൗണ്ടറി വരച്ചപ്പോ നമ്മുടെ നാടുകൾക്കിടയിലും ഓരോ ബൗണ്ടറി ഉണ്ടായി, ഓരോ രേഖയുണ്ടായി. പരസ്പരം നാട്ടുകാര് പോരടിക്കുക, 2 നാട്ടുകാര് പോരടിക്കുക, കുടുംബക്കാര് പോരടിക്കുക. ഈ പോരടിക്കലൊക്കെ എപ്പോഴാണ് ചെറുപ്പക്കാരാ നമ്മൾക്ക് നിർത്താൻ കഴിയുക? ഇതുപോലെ പോലീസുകാരുടെ സന്നാഹത്തോടുകൂടെ, പട്ടാളക്കാരുടെ സഹായത്തോടുകൂടെ. നമ്മളൊക്കെ ഇവിടെ കേരളത്തിലൊന്നും സംഭവിക്കൂല എന്ന് പറയുന്നെങ്കിലും, നമ്മളെല്ലാം സേഫാണെന്ന് പറയുന്നെങ്കിലും, ഈ കേരളക്കരയിലേക്ക് ഇതുപോലെ ഒരു ആസൂത്രണ കലാപം ഉണ്ടായാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ആക്രമിക്കാൻ നിന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിയില്ല, പിടഞ്ഞു മരിക്കുക തന്നെ. അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാവ്. അലൈക്കും ബിൽ ജമാഅ, ഒന്നിച്ച് നിൽക്കൂ. വഇയ്യാകും വൽ ഫിർഖ, നിങ്ങൾ ഒരു കാരണവശാലും ഭിന്നിച്ചു പോകരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും നല്ല ഐക്യത്തോടെ നിൽക്കണമെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. പോരടിക്കുന്നത് നിർത്താൻ സമയമായി, അടിപിടി കൂടുന്നത് നിർത്താൻ സമയമായി. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിലൊക്കെ വെറുതെ അനാവശ്യമായ തർക്കങ്ങളൊക്കെ മാറ്റിവെക്കൂ മുഅ്മിനീങ്ങളെ. ഒന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. അങ്ങനെ അല്ലാഹുവിലേക്ക് മടങ്ങി എല്ലാവരും നല്ല സ്നേഹത്തോടെ, അസൂയയില്ലാതെ, വെറുപ്പില്ലാതെ, വൈരാഗ്യമില്ലാതെ, പകയില്ലാതെ, നീണ്ടു നിൽക്കുന്ന നാവിനെ കൺട്രോൾ ചെയ്യാതെ, നമ്മുടെ അലക്ഷ്യമായി വാക്കുകൾ സൂക്ഷിക്കാതെ, നിരന്തരമായി സംസാരിക്കുന്ന ഈ നാവിനെ സൂക്ഷിക്കാതെ ഒരാളും നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ പള്ളിയിൽ പോയി ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്നാലും, പള്ളിയിൽ പോയി സുജൂദിൽ കിടക്കാറുണ്ട് ചില വയസ്സന്മാർ, തസ്ബീഹ് മാല കയ്യിൽ പിടിക്കാറുണ്ട് ചില ആളുകൾ, ജമാഅത്തിന് കൃത്യമായി പള്ളിയിലേക്ക് വരാറുണ്ട്. നാവിന്റെ വലുപ്പം പാമ്പിനെക്കാളും വലുപ്പം. എന്തിനാ നിങ്ങളൊക്കെ പള്ളിക്ക് പോകുന്നത്? എന്തിനാ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നത്? മുസ്ലിമീങ്ങളാണ്, പക്ഷേ ഹൃദയത്തിലേക്ക് ഇസ്ലാം കയറിയിട്ടില്ല. മുസ്ലിമീങ്ങളാണ്, പക്ഷേ ഹൃദയത്തിലേക്ക് ഇസ്ലാം കയറാത്തവർ, ഒന്ന് പുഞ്ചിരിക്കാൻ മടിയുള്ളവർ. മഹാനായ അബൂദറുൽ ഗിഫാരി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിലെത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ ഒരു മുഅ്മിനാവണം. മുഅ്മിനാവാനാ പറഞ്ഞത്. നീ ഒരു മുഅ്മിനാവണം. മുഅ്മിനായ ആളുകൾക്ക് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? എന്താ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? തസ്ബീഹ് മാല കയ്യിൽ പിടിക്കല, നിസ്കാരത്തേമുണ്ടാവില്ല. നിസ്കാരത്തേമ്പൊക്കെ ആർക്കാ ഇല്ലാത്ത? നിസ്കാരത്തേമ്പുണ്ടാക്കാൻ എന്താ പണി?
നിസ്കാരത്തെ ഉണ്ടാവലല്ല, തസ്ബീഹ് മാല കയ്യിൽ പിടിക്കലല്ല ഈമാനിന്റെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈമാനിന്റെ അടയാളം എന്ന് പറയുന്നത്, ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളോട് മാന്യമായി പെരുമാറുന്നവരാണ്. അയൽവാസികളോട് മാന്യമായി പെരുമാറണം, കുടുംബക്കാരോട് മാന്യമായി പെരുമാറണം, നാട്ടുകാരോട് മാന്യമായി പെരുമാറണം, എല്ലാവരോടും മാന്യമായി പെരുമാറുന്നവരാണ്. ജീവിതത്തിൽ മറ്റൊരാളെ വെറുപ്പിക്കാതെ ജീവിക്കുന്നവനാണ് മുഅ്മിൻ. ജീവിതത്തിൽ മറ്റൊരാളെ വെറുപ്പിക്കാത്തവനാണ് മുഅ്മിൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഞാൻ നിങ്ങളുടെ ഈ സദസ്സിൽ എത്ര മുസ്ലിം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പ് തരാം, ഒരു മുസ്ലിം ഈ സദസ്സിൽ ഉണ്ടാവില്ല. ഒരു മുസ്ലിം ഈ സദസ്സിൽ ഉണ്ടാവില്ല. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നിങ്ങളുടെ ജീവിതത്തിൽ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാമ്പത്തികമായിട്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. വാക്കുകൊണ്ട്, നാവുകൊണ്ട്, ശരീരം കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. അങ്ങനൊരു മുസ്ലിം ഈ സദസ്സിലുണ്ടെങ്കിൽ കൈപൊക്കി. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ സാമ്പത്തികമായി ശാരീരികമായി ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള ഒരു മുഅ്മിൻ ഉണ്ടെങ്കിൽ കൈപൊക്കി, ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ കൈപൊക്കി. ഇല്ല, അതായത് ഈ വാൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും ദീനീബോധമുള്ള ആൾ വന്നിട്ടിരിക്കുന്ന സ്ഥലം, കുറച്ചെങ്കിലും ദീനീബോധമുള്ള ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ വാൽ എന്ന് പറഞ്ഞാൽ. ഈ സദസ്സിൽ പോലും ഒരു മുസ്ലിമിനെ കാണാനില്ല. അതാണ് ഭരണാർസ് ചോദിച്ചത്, ഇസ്ലാം is the best religion but Muslims are the worst people, അല്ലെങ്കിൽ where are the Muslims? ഭരണാർസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ലോകത്ത് മുസ്ലിങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ഭരണാർസ് ചോദിക്കുമ്പോൾ ലോകത്തൊരു മുസ്ലിം ഉണ്ടായിട്ടില്ല. ഭരണാർസ് എന്താ ചോദിച്ചത്? ലോകത്തെ ഏറ്റവും നല്ല മതം ഇസ്ലാമാണ്, പക്ഷേ where are the Muslims? മുസ്ലിമീങ്ങൾ എവിടെ? അതേ ഞാൻ ചോദിക്കുന്നു, where are the Muslims? എവിടെ മുസ്ലിം? ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയ ഈ ഉറൂസിന്റെ സദസ്സിൽ ഒരു മുസ്ലിമിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു മുസ്ലിം? ഇങ്ങനെ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് ഒരു കുഞ്ഞുമോൻ പോലും ഒരു നാക്കിലൂടെ വാക്കിലൂടെ ഒരു വാക്ക് പറയാനോ എഴുതാനോ തയ്യാറാവില്ല. പോട്ടെ, നിങ്ങളുടെ ജീവിതമായിക്കോട്ടെ, ജീവിതത്തിന്റെ അത് ഞാൻ ചോദിക്കുന്നില്ല. ഇന്നത്തെ സുബഹിക്ക് ശേഷം, ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം ഈ സമയം വരെ, ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം ഈ സമയം വരെ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ 15 വയസ്സല്ല ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം. ഇതാണ് സർവ്വ സദസ്സുകളുടെയും അവസ്ഥ. മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇതാണ്. ഏറ്റവും നല്ല മതമാണ്, ഏറ്റവും നല്ല സംസ്കാരമാണ്, ഏറ്റവും നല്ല ആശയമാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ആരും തയ്യാറല്ല. ഫിത്ന പറയാത്ത ആളുകൾ എവിടെ? സംഘടനയുണ്ടെങ്കിൽ സംഘടനക്കകത്ത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന ആളുകൾ. പ്രസിഡന്റിന് സെക്രട്ടറിയെ കണ്ടൂടാ, സെക്രട്ടറിക്ക് ട്രഷററെ കണ്ടൂടാ, ഖജാൻജിയെ കണ്ടൂടാ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കണ്ടുകൂടാ. രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ ഇതാണ്, സംഘടനയുടെയും അവസ്ഥ ഇതാണ്, പള്ളി കമ്മിറ്റിയുടെയും അവസ്ഥ ഇതാണ്. ഇങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ വളരുന്നത്? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ ആർജവമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നോളൂ. എന്താ സംഘടനയുടെ അവസ്ഥ? അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കാം. മുമ്പിലൊക്കെ മാഷാ അല്ലാഹ് ഭായ് ഭായ് തന്നെയാണ്. മുമ്പിലൊക്കെ കാണുമ്പോ എന്താ സ്നേഹം, പഠിച്ചോനെ സ്നേഹം പറയാൻ വേണ്ട. കെട്ടിപ്പിടിക്കലും മുത്തലും കൈപിടിക്കലും പുകയ്ത്തലും എന്ന കണ്ണൊന്ന് മറിഞ്ഞു നിന്നാൽ തുടങ്ങും ഇയാളിങ്ങനെ ഫിത്ന പറയാൻ. ഇങ്ങനെ പരസ്പരം ഫിത്ന പറയാത്ത ആളുകൾ ആരാണുള്ളത്? ഭിന്നിപ്പില്ലാത്ത ഒരു മഹല്ല് നിങ്ങളൊന്ന് കാണിച്ചു തരൂ. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തൊരു മഹല്ല്, കൊച്ചു മഹല്ല്, ആയിരക്കണക്കിന് 500 കണക്കിന് വീടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഒരു 10ഉം 20ഉം 30ഉം വീടുള്ള മഹല്ലിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാണ് അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറാൻ തയ്യാറാവണം. എത്രയോ ആളുകളുണ്ട് ഇവിടെ. ഞാൻ നിങ്ങളോട് പറയാം, അല്ലാഹു തആല അല്ലാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തയ്യാറാണ്.
എല്ലാം പുറത്തു തരാൻ തയ്യാറാണ്. അള്ളാഹു മനുഷ്യനല്ല എന്നതാണ് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു അറാബി കടന്നു വരുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ നാളെ ആരാണ് നബിയേ നാളെ വിചാരണ നടത്തുന്നത്? നാളെ ആരാണ് നബിയേ ഹിസാബ് നടത്തുന്നത്? നാളെ മഹ്ശറിലെത്തിയാൽ ഹിസാബ് നടത്തുന്നത് ആരാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവാണ് നാളെ വിചാരണ നടത്തുന്നത്. അപ്പോഴാണ് ആ അറാബി പറഞ്ഞത്, മതി നബിയേ മതി, എനിക്ക് മതി, എനിക്ക് ആശ്വാസമായി നബിയേ, എനിക്ക് ആശ്വാസമായി. എന്തേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോഴാണ് ആ അറാബി നബി തങ്ങളോട് പറയുന്നത്, മനുഷ്യനല്ലല്ലോ എന്ന് ആശ്വാസമായി. കാരണം മനുഷ്യൻ ഒരാളെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കൂല. എങ്ങനെയെങ്കിലും പിടിച്ച് നരകത്തിലേക്ക് ഇടാനാ നോക്കുക, എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് വലിച്ചെറിയാനാ നോക്കുക. പക്ഷേ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു ഗഫൂറാണല്ലോ, അല്ലാഹു റഹീമാണല്ലോ, അല്ലാഹു കാരുണ്യവാനാണല്ലോ. അതുകൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് അറാബി അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഖുഹൽ അറാബി, അറാബിക്ക് നേരം വെളുത്തിട്ടുണ്ട്, അറാബിക്ക് നേരം വെളുത്തിട്ടുണ്ട്. നമുക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല, നമ്മൾക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മാറ്റങ്ങൾ ഉണ്ടാകണം. ഇബാദത്തുകളെക്കാളും വലുത് സ്വഭാവമാണ്. ഇബാദത്തുകൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത്, സ്വഭാവത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളിൽ വീഴ്ച വരാൻ പാടില്ല. നാവിനെ സൂക്ഷിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല.